വെൽക്കം ടു ട്രൈഡു. നമുക്കിന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ്. ആ ഒരു സപ്പോർട്ട് ഏരിയയെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ സപ്പോർട്ട് ഏരിയയുടെ താഴെ മറ്റൊരു സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്ത ഒരു ലെവലിനെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഈ ഒരു ഏരിയയാണ്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ട് ലെവൽ തന്നെ തുടങ്ങാം. 61.630 ആൻഡ് 62.307. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ 64.004 ആൻഡ് 64.929. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ റേഞ്ച് തന്നെയാണ്. ഓൾറെഡി അവിടെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരുകയാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ, ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്, സെൽ എൻട്രി സാധ്യത ഉണ്ട്. അത് ഇവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു രീതിയിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു സെൽ എൻട്രി സാധ്യത ഇവിടം വരെ ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ബൈ എൻട്രിയാണ്. ബൈ എൻട്രി എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ അടുത്ത ലെവൽ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോക്കുക. അതും ഡയറക്റ്റ് എത്തലല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് ചിലപ്പോൾ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഒരു ബൈ എൻട്രി കുറച്ച് കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ബൈ എൻട്രി ഇവിടുന്ന് എടുക്കുന്ന ആളുകൾ നല്ല കൃത്യമായി തന്നെ അഡീഷണൽ കൺഫർമേഷൻസ് എടുത്തിട്ട് തന്നെ വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യേണ്ട മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈയിലും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആയിരിക്കാം ഒന്നല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ തന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. മാർക്ക് ചെയ്ത ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് പ്രൈസിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.